ജഡ്ജിയെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ആ ജഡ്ജിയുടെ മുന്നിൽ ഞാൻ പോകത്തില്ല. കെജ്രിവാൾ പറയുകയാണ്. ഇതേപോലൊരു വാദം കേരളത്തിൽ നിന്നുണ്ടായി. നമ്മുടെ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടത്തുന്ന ജഡ്ജിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് കുറേ പരാതികളുണ്ടായി. അവസാനം ഹയർ കോർട്ട്സ് വരെ പോയി. കോടതികൾ പറഞ്ഞ അങ്ങനെ ഒരു പ്രതിക്ക് അല്ലെങ്കിൽ വാദിക്ക് ഇന്ന ജഡ്ജിയെ എൻ്റെ കേസ് കേൾക്കാവൂ എന്ന് ശടിക്കാനൊന്നും പറ്റില്ല. ഇവിടെ പ്രശ്നം ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി സ്വർണ്ണകാന്ത് ശർമ്മ എന്ന് പറയുന്ന ജഡ്ജി മുമ്പ് അഭിഭാഷക പരിഷത്തിൻ്റെ ഒരു സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. അഭിഭാഷക പരിഷത്തിൻ്റെ സമ്മേളനത്തിലല്ല. അഭിഭാഷക പരിഷത്ത് ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ CPM-ൻ്റെ ILU ILA എന്ന് പറഞ്ഞ് കുറേ അഭിഭാഷകരുടെ സംഘടനയുണ്ട്. അവരൊക്കെ അവരുടെ വാർഷികങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നിയമസംബന്ധിയായ സെമിനാറുകളും സിമ്പോസിയങ്ങളൊക്കെ സംഘടിപ്പിക്കും. അതിൽ ജഡ്ജിമാരെ പങ്കെടുപ്പിക്കാറുണ്ട്, കേരളത്തിൽ പങ്കെടുക്കാറുണ്ട്. ഏത് അഭിഭാഷക സംഘടനയാണ് എന്ന് നോക്കാതെ അവർ സംഘടിപ്പിക്കുന്ന അക്കാഡമിക് പരിപാടികളിൽ ന്യായാധിപന്മാർ പങ്കെടുക്കുന്ന പുതിയ കാര്യമൊന്നുമല്ല. അങ്ങനെ പങ്കെടുത്തു എന്നതിൻ്റെ പേരിലാണ് ഈ ജഡ്ജി എൻ്റെ കേസ് കേൾക്കാൻ പാടില്ല എന്ന് കെജ്രിവാൾ പറയുന്നത്. മറ്റൊരു ആശയം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ജഡ്ജിയുടെ മക്കൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിലുണ്ട്. മക്കൾ അവർ സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ സ്വീകരിക്കാം, അത് അവരുടെ വ്യക്തിപരമായ ചോയ്സാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഗാന്ധിയൻ മാർഗത്തിൽ സത്യാഗ്രഹം, ഞാൻ ഇനി കേസിൽ ഹാജരാകത്തില്ല എന്ന് പറഞ്ഞാൽ കേസിന് പോയില്ലെങ്കിൽ അകത്ത് പോകും അല്ലേ? ഈ കേസരിവാള് ഒരു എന്താ പറയുക, പാഷാണം വർക്കിയുടെ മറ്റൊരു രൂപമാണ്. അയാൾ ഒരു ഗജ ഫ്രോഡ് എന്ന് പറയാം. ഇപ്പം അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് അയാൾ പറയുന്ന പ്രസ്താവന അല്ലെങ്കിൽ അയാൾ എഴുതിയിരിക്കുന്നതായ മെസ്സേജിൻ്റെ പുറത്ത് കോർട്ട് അലക്ഷ്യത്തിന് അയാളെ കേസെടുക്കാവുന്നതാണ്. കാരണം കോടതിയുടെ വില കേവലം ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ തലത്തിലേക്ക് ആക്കിക്കൊണ്ടാണ് അയാൾ ഈ പ്രസ്താവന ചെയ്തിരിക്കുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഇന്ന പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇദ്ദേഹത്തിന് സൗകര്യമുള്ള ജഡ്ജിയുടെ ബെഞ്ചിലെ കേസ് കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ, ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധി മാത്രമേ കോടതി പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്വർണ്ണകാന്ത് ശർമ്മ എന്ന് പറയുന്ന ജഡ്ജ് ഡൽഹി ഹൈക്കോടതിയിൽ വളരെ അധികം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അവർ നല്ല പാണ്ഡിത്യമുള്ള സ്ത്രീയാണ് നിയമവിഷയങ്ങളിൽ. അവർ വെറുതെ ഒന്നുമല്ല അവരെ ഹൈക്കോടതിയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് ജഡ്ജാക്കുന്ന ലോവർ അവർ എന്താ കരിയർ തുടങ്ങിയത് തന്നെ വളരെ ഇന്നേ വരെ ഒരു 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 ബ്ലോട്ട് അവരുടെ കരിയറിൽ വന്നിട്ടില്ല, ഒരു അലിഗേഷനും വന്നിട്ടില്ല. പിന്നെ സുനിൽ പറഞ്ഞ പോലെ അവർ അഭിഭാഷക പരിഷത്തിന്റെ സെമിനാറിന് പോവുക എന്നുള്ളത് അവരുടെ ചുമതലയാണ്. കാരണം ഒരു ജഡ്ജിന് നീതിന്യായ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട സെമിനാറുകളിൽ അറ്റൻഡ് ചെയ്യുകയും ജനങ്ങളെ അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ജഡ്ജിൻ്റെ ചുമതലയാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഈ കേസരിവാൾ പറയുന്ന രാഷ്ട്രീയം ആണെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ജഡ്ജിമാരില്ലേ, സുപ്രീം കോടതി ജഡ്ജി വരെയായി ആളാണ് കൃഷ്ണയ്യർ, ജസ്റ്റിസ് കൃഷ്ണയ്യർ. കൃഷ്ണയ്യർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, CPM-ന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 ആള് മന്ത്രിയായിരുന്നു. മന്ത്രിയായിരുന്നു. വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഇട്ട മനുഷ്യനാണ്. ചന്ദനത്തോപ്പ് വെടിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ, എന്നിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് EMS-ന്റെ എന്താ നിർബന്ധവും പ്രേരണയും ശുപാർശയാണ് അയാൾ ജഡ്ജി ആയതെന്ന് പറയുന്നത്. പിന്നെ വേറൊരാൾ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത് കുര്യൻ ജോസഫ് കാലടി ശ്രീശങ്കര കോളേജിലെ BA വിദ്യാർത്ഥിയായിരുന്നു. അയാൾ കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു. അയാൾ അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് വക്കീലായപ്പോഴും മാണി ഗ്രൂപ്പിൻ്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി. എല്ലാം അതിലുള്ള കത്തോലിക്ക മതത്തിലുള്ള അയാളുടെ ഇതുകൊണ്ടും പിന്നെ സഭയുടെ എന്താണ് പറയുന്നത് താല്പര്യം കൊണ്ടുമാണ് അയാൾ സുപ്രീം കോടതി ജഡ്ജി വരെ ആയത്. അല്ലാണ്ട് കുര്യൻ ജോസഫിന് വലിയ മഹത്വം എന്ന് അവകാശപ്പെടാൻ എനിക്ക് തോന്നിയിട്ടില്ല. എന്തെങ്കിലും സുനിൽ കണ്ടിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം വളരെ. പക്ഷേ വേറെ പേഴ്സണലി അദ്ദേഹം ഒരു ജെന്റിൽമാൻ ജഡ്ജായിരുന്നു. ഒന്നത്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കോടതിയിൽ ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. കോടതി അദ്ദേഹം തീരുമാനിച്ചു എല്ലാ ദിവസവും കോടതി പിരിഞ്ഞു കഴിഞ്ഞ് അരമണിക്കൂർ എക്സ്ട്രാ ഇരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വളരെ എന്താണ്
എന്താ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു ജഡ്ജ്. അല്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ അവിടെ നിൽക്കട്ടെ. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് കേരള ഹൈക്കോടതിയിൽ ഇരുന്നപ്പോൾ എനിക്ക് വളരെ നല്ല പരിചയമുള്ള ആളാണ്. അത് ഈ വാസ് എ വെരി ഗുഡ് ജഡ്ജ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ കേരള ഹൈക്കോടതിയിൽ വേറെ ചില ജഡ്ജിമാരിരുന്നിട്ട് മുഴുവൻ തികച്ചിട്ടും ഒറ്റ ജഡ്ജ്മെൻറ്റ് ഒപ്പിടാതെ പോയിട്ടുണ്ട്. എല്ലാം റിസർവ് ചെയ്ത് വെച്ചിട്ട് മുഴുവൻ വാദം കേട്ട് ഓർഡേഴ്സിന് വേണ്ടി റിസർവ് വെച്ചിട്ട് ഒറ്റ ഓർഡർ ഇടാതെ പോയ മഹാന്മാർ ഇവിടെ ജഡ്ജിമാരായിട്ടുണ്ട്. അപ്പോഴാണ് കുര്യൻ ജോസഫ് ഇങ്ങനെ ചെയ്തത്. അത് നമ്മൾ എന്താ കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു. ഓക്കെ, ലെറ്റ് us move over to our കേസരിവാൾ തിങ്. കേസരിവാളിനെതിരെ ശരിക്കും പറഞ്ഞാൽ കേസ് എടുക്കേണ്ടതാണ്. അയാൾക്കെതിരെ അയാളെ കുറ്റവിചാരണ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഒരു കത്ത് എഴുതിയത്, ഇങ്ങനെ ഒരു പ്രസ്താവന എഴുതിയതിന് അയാൾക്ക് ഒരിക്കലും അത് എഴുതാനായിട്ട് അധികാരം ഉണ്ടായിരുന്നില്ല. വേറൊരു കാര്യമുണ്ട്, ഡൽഹി ഹൈക്കോടതി അയാൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തില്ല എങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അടുത്ത അപ്പീലിന് പോകാം. അവിടെ ഡിവിഷൻ ബെഞ്ചിൽ വരാം, സുപ്രീം കോടതിയിൽ പോകാം. അപ്പൊ ഇപ്പോ അയാളുടെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഈ കേസരിവാളിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? കേസരിവാള് ഒരു അധികാരമോഹിയാണ്. അയാളുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു പ്രമുഖ എൻ്റർപ്രനറായിട്ടുള്ള ശ്രീ അയ്യർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയുടെ ഉയർച്ചയും താഴ്ചയും എന്ന് പറഞ്ഞ് ആ പുസ്തകത്തിനകത്ത് ശ്രീ അയ്യർ ഈ കേസരിവാളിനെ നന്നായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. മോറൽ സൈഡിൽ ആള് വളരെ മോശമാണ്. അയാള് മറ്റേ തിരുവനന്തപുരത്ത് വഴുതക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വന്ന കഥയൊക്കെ അറിയാം. അതെല്ലാം ഈ പുസ്തകത്തിനകത്ത് 2017 തന്നെ എഴുതിയിരുന്നതാണ്. ആം ആദ്മി പാർട്ടി തകർന്നു എന്ന് ശ്രീ അയ്യരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇയാൾ എങ്ങനെ രംഗത്ത് വന്നു? ഇയാളൊരു അവസരം തേടി നടക്കുക. ഇയാൾക്ക് കൽപ്പിച്ചു കൊടുത്ത ഒരു ടെലിവിഷൻ ചാനൽ ഇയാൾക്ക് കൽപ്പിച്ചു കൊടുത്ത ഡെസിഗ്നേഷനാണ് RTI ആക്ടിവിസ്റ്റ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിസ്റ്റ് ആയിട്ടാണ് ഇയാൾ രംഗപ്രവേശം മുന്നേ. അപ്പോൾ ആ പർട്ടിക്കുലർ ടെലിവിഷൻ ചാനലിന് കുറേ അധികം വിവരങ്ങൾ ഒളിച്ചു വയ്ക്കാനുണ്ട്. ഇറ്റ്സ് എ മ്യൂച്വൽ സപ്പോർട്ടിംഗ് സിസ്റ്റം. ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊന്നും പറയില്ല, എനിക്ക് നിങ്ങളുടെ എൻ്റെ കാര്യം പറയാം. എനിക്ക് വേണ്ടത്ര പബ്ലിസിറ്റി കൊടുക്കണമെന്ന് ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം, അരമണിക്കൂർ പ്രോഗ്രാം ആ ചാനൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, ഇയാളെ ആങ്കർ ചെയ്ത് കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് ഇയാൾ ലൈം ലൈറ്റിൽ വരുന്നത്. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇയാൾക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2004 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഒരു സൂപ്പർ ക്യാബിനറ്റ് ഉണ്ടായിരുന്നല്ലോ, നാഷണൽ അഡ്വൈസറി കമ്മിറ്റി, മദാമ സൂപ്പർ പ്രൈം മിനിസ്റ്ററായിട്ട്. അതിൽ കയറി പറ്റണം എന്ന് ഇയാൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അയാൾക്ക് കയറി പറ്റാൻ അയാൾ കണ്ടുപിടിച്ചൊരു മാർഗം സോണിയ ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായ അരുണ റോയ് എന്ന് പറയുന്ന ഒരു തമിഴ് IAS കാരിനെയാണ് കൂട്ടുപിടിച്ചത്. അവർ IAS റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാണ് അവർ ഈ നാക്കിൽ മെമ്പർഷിപ്പ് കിട്ടിയത്. അവരുടെ പുറകെ കുറേ നാൾ നടന്നു, ഒന്നും കിട്ടിയില്ല. അവർ അവസാനം നമ്മുടെ സലിമിനെ പിടിച്ചാക്കി. സലിമില്ലേ, യോഗേന്ദ്ര യാദവ്, അയാള് സലീം എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. പിന്നെ യോഗേന്ദ്ര യാദവ് അങ്ങനെയാണ് അയാള്. എന്നിട്ട് യോഗേന്ദ്ര യാദവ് എന്ന് ആക്കി മാറ്റിയതാണ് പേര്. മുസ്ലിം ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. അയാൾ പറയണത് എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ, ഈ സലീം എന്നുള്ള പേരോടുകൂടി ഞാൻ സ്കൂളിൽ പോയപ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികളും മറ്റേ അവരുടെ രക്ഷിതാക്കളും എന്നെ പരിഹസിച്ചു, നിനക്കെന്താ ഇവിടെ കാര്യം, നീ എന്തിനാ ഇവിടെ പഠിക്കാൻ വന്നേക്കണേ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെയാണ് പറയണം. അപ്പം അതിൽ നിന്ന് തന്നെ പകൽ പോലെ വ്യക്തമല്ലേ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. അപ്പോൾ അയാളെ പിടിച്ചിട്ട് നാക്കിൽ മെമ്പർഷിപ്പ് ഇട്ടു. അങ്ങനെ ഇയാൾ അരുണ റോയി ആയിട്ട് തെറ്റി. അക്കാലത്ത് 2009 കഴിഞ്ഞ് മറ്റേ മന്ത്രിസഭയിലെ സ്കാംസ്, അഴിമതി ആരോപണങ്ങൾ വെച്ചാൽ പെർ ഡേ ഒരു അഴിമതി ആരോപണം, എ സ്കാം എ ഡേ എന്നുള്ളതാണ്, എ സ്കാം എവറി ഡേ. ആ രീതിയിലാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ പോക്ക് വരുന്നത്. കൽക്കരി കുംഭകോണം, പിന്നെ കോമൺവെൽത്ത് ഗെയിംസ് കുംഭകോണം, 2G കുംഭകോണം, 3G കുംഭകോണം എന്ന് പറഞ്ഞ് തൊട്ടത് മുഴുവൻ അഴിമതിയായിരുന്നു. അപ്പോൾ ഈ അഴിമതിക്കെതിരെ നമ്മളുടെ
ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ രവിശങ്കർ ഒരു പ്രചരണം നടത്തി, മാർച്ച് എഗെയിൻസ്റ്റ് കറപ്ഷൻ ആൻഡ് ടെററിസം എന്ന് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം കുറേ ആൾക്കാരെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി കുറച്ച് പേരെ വിളിച്ചു. അതിൽ ഈ കിരൺ ബേദി ഉണ്ടായിരുന്നു, പിന്നെ ഈ നമ്മുടെ കേസരിവാൾ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അവസാനം എന്ത് പറ്റി, ശ്രീ രവിശങ്കറിന് മനസ്സിലായി ഇത് നേരെ ആവില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിൻവലിഞ്ഞു. പിന്നെ രാഷ്ട്രീയ സ്വയംസേവക് സംഘിൻ്റെ കാര്യകർത്താക്കളെയും സ്വയംസേവകരെയും വെച്ചിട്ടാണ് ആൾക്കൂട്ടം ഉണ്ടാക്കി ഈ പ്രകടനം നടത്തിയത്. അതിനിടയ്ക്ക് അരവിന്ദ് കേജ്രിവാൾ ഈ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് ഹൈജാക്ക് ചെയ്തു. പിന്നീടാണ് നമ്മുടെ ഈ എന്താ പറയുന്നത്, അയാളുടെ അന്ന ഹസാരേനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കളിക്കാൻ തുടങ്ങിയത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇയാൾ ചെയ്യും. അന്ന ഹസാരേനെ കൊണ്ട് നിരാഹാരം അവിടെ ഇയാളൊന്നും ചെയ്യില്ല കേട്ടോ, ഇയാൾ ഒരു പണിയും ചെയ്യില്ല. അവസാനം ഒരു പത്രക്കാർ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, വി വിൽ മേക്ക് അന്ന ഹസാരെ ടു സിറ്റ് ഇൻ ഫാസ്റ്റ് ഫോർ ദിസ് ഫംഗ്ഷൻ, ഫോർ ദിസ് കാര്യം, ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അന്ന ഹസാരേൻ്റെ അടുത്ത് നിരാഹാരം ഇരിക്കാൻ പറയാമെന്ന്. എന്നിട്ട് അടുത്ത് നിൽക്കണവൻ നോക്കി കണ്ണിറുക്കി കാണിക്കുക, കളവൻ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് തമ്മുക്കാൻ താളി എത്തോട്ടെ എന്ന്. ഈ രീതിയിലാണ് അയാൾ നടന്നു പോകുന്നത്. പിന്നെ ആ വോട്ട് പിടിക്കേണ്ട സമയമൊക്കെ ചുമ വരും. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മമതാ ബാനർജിക്ക് എപ്പോഴും കാലിന് ഒടിവും ചതവും പറ്റുമല്ലോ, ആശുപത്രി കിടക്കുന്ന ഫോട്ടോ കണ്ട് പിറ്റേ ദിവസം പന്നിക്കുട്ടി നടക്കണ പോലെ ഓടിപ്പാഞ്ഞ് നടക്കുകയും ചെയ്യും അവരും. അതേപോലെ തെരഞ്ഞെടുപ്പ് ആയി കഴിഞ്ഞാൽ മഫ്ലർ ഇട്ട് പുതച്ചുകൊണ്ട് വന്ന് 3 ചുമയ്ക്ക് ആരുടെ അടുത്ത് പോയിട്ട് മുജെ വോട്ട് ചെയ്യാൻ ഇങ്ങനെ കാണിക്കും. എന്നിട്ടിട്ട് സ്ഥിരം പരിപാടിയല്ലേ, ഞാനിത് എത്ര നാളായി കാണാൻ തുടങ്ങിയിട്ട്. ഈസ് എ നമ്പർ 1 ഫ്രോഡ്, ഈസ് എ പക്ക ആൻറ്റി നാഷണൽ. ശരിക്കും പറഞ്ഞാൽ വേറെ വല്ല രാജ്യത്ത് അമേരിക്കയിലെങ്ങാനും ആണെങ്കിൽ പിടിച്ചു നിർത്തി വല്ല ഫയറിംഗ് സ്ക്വാഡിന് മുമ്പിൽ പടം മാത്രമായിട്ട് പടം പോലും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ അയാൾ ആ കേസിൽ കൈക്കൂലി മേടിച്ചിട്ടുണ്ടെന്ന് പകൽ പോലെ വ്യക്തമല്ലേ, അതല്ലേ ആൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞുകൊണ്ട് നടക്കണം. 157 മൊബൈൽ ഫോണുകളോ മറ്റോ, 127 മൊബൈൽ ഫോണുകൾ ഒരു മനുഷ്യനെ, അതില്ല ആപ്പിൾ. പിന്നെ അയാളുടെ വീടിന്റെ കാര്യം പറഞ്ഞ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് ഉണ്ടാക്കിയല്ലോ. എന്തുകൊണ്ടാണ് ശ്രീ രവിശങ്കറൊക്കെ ഇട്ടേച്ച് പോയെന്ന് മനസ്സിലായോ? ഇവരുടെ പ്രധാന പരിപാടി, ഡൽഹിയിൽ ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ട്, വിൻസെന്റ് കനാക്ചെസ്യോസോ എന്നിട്ട് പറഞ്ഞൊരുത്തനുണ്ട്, ഒരു ആർച്ച് ബിഷപ്പ്, ഇപ്പൊ എമറിറ്റസ് ആയി. അയാളും ചേർന്നു ഇതിനകത്ത്. അയാളുടെ അജണ്ട എന്തായിരുന്നു അറിയാമോ? ഈ സോണിയാഗാന്ധിനെ രക്ഷിക്കുക. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വാദ്ര, ഇവരുടെ പേരൊന്നും രംഗത്ത് വരാൻ പാടില്ല. വന്നത് മുഴുവൻ മൻമോഹൻ സിംഗിന്റെ പേര് വന്നു, പിന്നെ കുറച്ച് കോൺഗ്രസ്സുകാരുടെ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള പേര് വന്നു. ഇതൊരു ഹിഡൻ അജണ്ടയായിട്ട് മാറി. ഞാൻ കൂടുതൽ പറയണില്ല, കാരണം സുനിലിന് ഇഷ്ടാവില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം കുരിശമ്മ വെച്ചെന്ന് അവസാനിക്കും. ഇത് ചർച്ച് ഫണ്ടഡ് അല്ലേ, വത്തിക്കാൻ ഫണ്ടഡ് അല്ലായിരുന്നു ഇത്. അത് മാത്രമല്ല, എത്രയോ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ലൈക്ക് ഫോർഡ് ഫൗണ്ടേഷൻ, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ വരെ ഉണ്ടെന്നാ പറയണത് ഇതിനകത്ത്. പിന്നെ വേറെ ഒന്നുള്ളത് എന്താ അംനസ്റ്റി ഇന്റർനാഷണലോ, അംനസ്റ്റി ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ അതിന്റെ പ്രവർത്തനം പ്രവർത്തിക്കുന്ന അത് അന്ന് ഇവര് വന്നേ പിന്നല്ലേ അത് നിരോധിച്ചുള്ളൂ, 2014. അതിനു മുമ്പ് വത്തിക്കാൻ കോടിക്കണക്കിന് രൂപയല്ലേ കൊടുത്തേ. അപ്പോഴത്തേക്കും ഇവർക്ക് എന്താ ഇവിടെ ഒരു അരാജകത്വം ഉണ്ടാക്കാനായിട്ട് അഴിമതി ഉണ്ടായിരുന്നു. പക്ഷെ അഴിമതിയിൽ യഥാർത്ഥ ബെനഫിഷ്യറീസ്, അഴിമതിയുടെ ആ പേര് പുറത്ത് വന്നിട്ടില്ല, പുറത്ത് പറയൂല അവര്. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ എന്തായിരുന്നു അജണ്ട എന്നുള്ള കാര്യം, വ്യക്തമല്ലേ? അതെ അതെ. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ്, പില്ലറാണ് ഇയാള്, ഈ അരവിന്ദ് കേജ്രിവാൾ. ദുരൂഹതകളുള്ള മനുഷ്യനാണ് അയാൾ. ഈ പറഞ്ഞ പോലെ ഇവിടെ തിരുവനന്തപുരത്ത് വഴുതക്കാട് റെസിഡൻസി അങ്ങനെ പല ഇതുണ്ട് കേട്ടോ. വഴുതക്കാട് റെസിഡൻസി, ഗവൺമെൻറ് റെസിഡൻസിയിൽ പല ചരിത്ര സംഭവങ്ങളും നടന്നിട്ടുണ്ട്. VP മേനോനുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. അത് ഞാൻ പറയാതെ, അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുരിശുകൾക്ക് ദേഷ്യം വരും. അത് പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം നാളെ പറയുന്നത്. അല്ല, എനിക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്നോട് നമ്മുടെ ചില പ്രേക്ഷകർ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു നമ്മുടെ പ്രേക്ഷകൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ BJP-ക്കാരാണ്, ക്രിസ്ത്യാനികളാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. അത് നമ്മളൊരു തമ്പിലിങ്ങനെയാണ് മത്തായി കഥകളുള്ള MO മത്തായി കഥ.
അത് പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം ഒന്ന് എഴുതിയത്. മത്തായിയുടെ സുവിശേഷം ഒന്നും വേണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് ഒത്തിരി വിഷമം ഉണ്ടാവും. മത്തായിയുടെ സുവിശേഷം ഇതൊന്നും അല്ലല്ലോ. ഞങ്ങളിപ്പോൾ ബി ജെ പിയിലാണ്, ഞാൻ ബി ജെ പിയുടെ പ്രവർത്തകനാണ്. അത് എൻ്റെ സുഹൃത്താണ്, എനിക്കറിയാം. എന്നെ ഫോണിൽ സംസാരിക്കാറുള്ള ഷാരോൺ, നെട്ടൂരുള്ള സ്ഥലത്ത് അദ്ദേഹത്തിനൊരു വ്യാപാരിയാണ്, പെയിൻറ്റ് കടയൊക്കെ ഉണ്ട്. അദ്ദേഹം എനിക്ക് മെസ്സേജ് അത് വിഷമമായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, ഉറപ്പായിട്ടും നമ്മളത് മത്തായിയുടെ സുവിശേഷം എന്നുള്ള മത്തായിയുടെ സുവിശേഷം എന്നാക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ല കാര്യം, നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നത് നമുക്ക് ഈ ക്രൈസ്തവ സഹോദരങ്ങളുടെ വികാരം വ്രണപ്പെടുത്താൻ ഒരു താല്പര്യമില്ല, അതിനുവേണ്ടിയല്ല നമ്മൾ പറയുന്നത്. പക്ഷേ സാധാരണക്കാരായ ക്രിസ്ത്യാനിക്ക് മതം മാറ്റി ഇവിടുന്ന് FCRA വഴി വലിയ കൂറ്റൻ തുകകൾ, കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ ഇവിടെ വന്ന് ഇന്ത്യയിലെ ആദിവാസികളെയും പിന്നാക്കക്കാരനെയൊക്കെ മതം മാറ്റണമെന്നൊന്നും ഈ ക്രിസ്ത്യാനിക്കൊന്നും ആഗ്രഹമില്ല. അത് സഭയിലെ കുറേ ആളുകളുടെ മാത്രം താല്പര്യമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. പള്ളിയിലെ വികാരികൾക്ക് ആണെങ്കിൽ വികാരം കൊണ്ട് ഇരിക്കാൻ പാടില്ല, പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അതാണ്, അത് സാധാരണക്കാരന് ഇതൊന്നും പ്രശ്നമാണ്. ഇത് കത്തനാര് മുതൽ ബിഷപ്പ് വരെയുള്ള ആളുകളുടെ പ്രശ്നമാണ് ഈ പണം വരിക എന്നുള്ളത്. അതിനൊരു നിയന്ത്രണം, വരുന്ന പണം എത്രയാണ്, അതെങ്ങനെ ചെലവഴിച്ചു എന്ന് അറിയാൻ ഒരു സർക്കാരിന് അവകാശമുണ്ട്. ആ നിയമ ഭേദഗതി ക്രിസ്ത്യാനിയൊന്നും ബാധിക്കുന്നില്ല, സഭാ അധ്യക്ഷന്മാർക്കും നേതാക്കന്മാർക്കും ബാധിക്കുന്നതിൻ്റെ സൂക്കേട് വേറെയാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അവിടെ പറയണമല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.